വാർത്തകളിലേക്ക് വിശദമായി. മുജാഹിദ് സമ്മേളനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി. നവോത്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പരിഷ്കരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർ സമുദായ സ്വത്വത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. മതരാഷ്ട്രവാദികളെ അകറ്റി നിർത്തണം. മതനിരപേക്ഷത കൊണ്ട് മാത്രമേ ഫാസിസത്തെ നേരിടാനാവൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിമർശനം. നവോത്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പരിഷ്കരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർ സമുദായ സ്വത്വത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. മതരാഷ്ട്രവാദികളെ അകറ്റി നിർത്തണം. മതനിരപേക്ഷത കൊണ്ട് മാത്രമേ ഫാസിസത്തെ നേരിടാൻ കഴിയുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ RSSും സംഘപരിവാറുമുണ്ട്. അവരുയർത്തിയ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ നേരത്തെ ആശയ പ്രചരണത്തിന് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഭരണതലത്തിൽ നടപ്പാക്കപ്പെടുകയാണ്. ഓരോ രംഗവും അതിൻ്റെ ഭാഗമായി കൈയടക്കപ്പെടുകയാണ്. അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാതിരിക്കരുത്. ആ കാര്യത്തിൽ കേരളം വേറിട്ട് നിൽക്കുകയാണ്. മതനിരപേക്ഷ ചിന്താഗതിക്കാർ എല്ലാവരും ഒന്നിച്ചതിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നത്. ആ ആപത്തിനെ തടയാനാണ് ശ്രമിക്കുന്നത്. ആ സമയത്ത് തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടുന്നത് ഗുണകരമല്ല. പിന്നെ അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടു, ആരാടി നമ്മൾ? ഇന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങളെ നമ്മൾ എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രമായി നേരിടാൻ കഴിയോ? അങ്ങേയറ്റം തെറ്റായ ഒരു ആശയഗതിയാണത്. അത് മനസ്സിലാക്കാതിരിക്കരുത്. സ്വയം കുഴിയിൽ ചെന്ന് വീഴരുത്. ഇവിടെ മതനിരപേക്ഷതയുടെ ഭാഗമായി മാത്രമേ മതന്യൂനപക്ഷ സംരക്ഷണം ഉണ്ടാകൂ എന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയണം. അല്ലെങ്കിൽ ആപത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയാണ് ചെയ്യുക. മഴ ഓങ്ങി നിൽക്കുന്നുണ്ട്, അതിൻ്റെ താഴെ പോയി കഴുത്ത് കാണിച്ചു കൊടുക്കരുത്. ഇവിടെ മതനിരപേക്ഷ ശക്തികൾക്കെല്ലാം ഒന്നിച്ചു നിൽക്കാനാവണം. മതനിരപേക്ഷതയുടെ പ്രത്യേകത അതാണ്. നിർഭാഗ്യവശാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് ആക്രമണങ്ങളും കൊലപാതകങ്ങളും അതിൻ്റെ ഭാഗമായുള്ള ജീവഹാനികളും എല്ലാം സംഭവിച്ചപ്പോൾ തെറ്റായൊരു ചിന്താഗതിക്ക് മതന്യൂനപക്ഷത്തിലെ ചെറിയൊരു വിഭാഗം അടിപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആശയം നമുക്ക് തന്നെ സ്വയം ശക്തിയാർജിച്ച് നമുക്കിതിനെ നേരിട്ട് കളയാമെന്നാണ്. ആ നേരിടൽ ആത്മഹത്യാപരമായിരിക്കും. അത് ആത്യന്തികമായി മതന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണത്തിനല്ല വഴിവെക്കുക. വേണ്ടത് മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ശക്തമായി പ്രതിരോധിക്കാൻ തയ്യാറാവുക. നേരിയ ചില ഭിന്നതയൊക്കെ ഉണ്ടാവും. ആ ഭിന്നതയല്ല ഇവിടെ കാണിക്കേണ്ടത്. ആ ഭിന്നത മൂർച്ഛിപ്പിക്കാനുമല്ല ശ്രമിക്കേണ്ടത്. ഇവിടെ മഹാവിപത്ത് അവിടെ നിൽക്കുന്നു. ആ വിപത്തിനെ നേരിടാൻ ഈ നേരിയ ഭിന്നതയെല്ലാം മാറ്റിവെച്ച് നമുക്ക് മതനിരപേക്ഷതയുടെ ഭാഗമായി അണിനിരക്കാനാവണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗൃഹസന്ദർശനത്തിന് തുടക്കമിട്ട് CPM. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും കേന്ദ്രത്തിന്റെ സംസ്ഥാന വിരുദ്ധ നിലപാട് അറിയിച്ചുമാണ് ഗൃഹസന്ദർശനം. തിരുവനന്തപുരത്ത് പുത്തൻപള്ളിയിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗൃഹസന്ദർശനത്തിന് തുടക്കമിട്ടു. എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു ഗൃഹസന്ദർശനം.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് CPM ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമിട്ടത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സന്ദർശനത്തിൽ താഴെത്തട്ടിലെ ജനവികാരം നേരിട്ട് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ് CPM ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തുറന്നുകാട്ടുകയുമാണ് ലക്ഷ്യമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ഞങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി ഫലപ്രദമായിട്ട് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തുക, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ പറ്റി അവർക്ക് പറയാനുള്ളത് പറയാം, പാർട്ടിയെ പറ്റി അവർക്ക് പറയാനുള്ളത് പറയാം. പ്രാദേശിക നേതാക്കൾ മുതൽ PB അംഗങ്ങൾ വരെ ഗൃഹസന്ദർശനത്തിൽ പങ്കാളിയാകും. സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും നേതാക്കൾ കേൾക്കും. ഈ മാസം 21 വരെയാണ് ഗൃഹസന്ദർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമോപദേശം സജി ചെറിയാനും അനുകൂലം. സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളാനാകില്ല എന്ന് ഗവർണർക്ക് നിയമോപദേശം. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിൽ ഗവർണർക്ക് നിയമോപദേശം നൽകി. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യവും കോടതി നടപടികൾ തുടരുന്നതും മുൻനിർത്തിയായിരുന്നു ഗവർണർ നിയമോപദേശം തേടിയത്. സജി ചെറിയാൻ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിയമപ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്ന് പരിശോധിക്കാനാണ് ഗവർണർ നിയമോപദേശം തേടിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്നാണ് നിയമോപദേശം. സത്യപ്രതിജ്ഞ ഒരുക്കേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രി പേര് നിർദ്ദേശിച്ചാൽ ഗവർണർക്ക് തള്ളാനാകില്ല. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും സ്റ്റാൻഡിംഗ് കൌൺസിൽ നൽകിയ നിയമോപദേശത്തിലുണ്ട്. ഗവർണർ നാളെ വൈകിട്ട് തലസ്ഥാനത്തെത്തും. വിഷയത്തിൽ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്നും ഭരണഘടനാ വിദഗ്ധരിൽ നിന്നും ഗവർണർ നിയമോപദേശം തേടാനുള്ള സാധ്യതയുമുണ്ട്. ഗവർണറുടെ നീക്കങ്ങൾക്കിടയിലും സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണ് പാർട്ടിയും സർക്കാരും. ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ. മന്ത്രിയെ തീരുമാനിക്കുക, അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനനുസരിച്ച് തീയതി നിശ്ചയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. MLA ആയ ഏതൊരാൾക്കും മന്ത്രിയാകുമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ. ഹൈക്കോടതി സജി ചെറിയാന് അയോഗ്യത കൽപ്പിച്ചിട്ടുമില്ല. മുൻപ് താൻ തന്നെ വിമർശിച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിലെ അതൃപ്തി പ്രകടമാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഗവർണർ നിയമോപദേശം തേടിയതെന്ന സൂചനയും ശക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. ജാതി സംവരണം അവസാനിപ്പിച്ചു പൂർണ്ണമായും സാമ്പത്തിക സംവരണം നടപ്പാക്കണം എന്ന നിലപാടുമായി NSS. മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിച്ച ഈ നിലപാട് നടപ്പിലാക്കാൻ ശക്തമായ നിലപാടുമായി NSS മുന്നോട്ടു പോകുമെന്ന് നായർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജി സുകുമാരൻ നായർ പറഞ്ഞു. മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കി മതേതരത്വം തകർക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നതായി BJPയെ ഉന്നം വെച്ചും ജി സുകുമാരൻ നായർ പറയുന്നു. കേവലം സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന നിലപാടല്ല NSS മുന്നോട്ട് വെച്ചത്. ജാതി സംവരണം അവസാനിപ്പിച്ച് തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന് നായർ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെടുന്നു. സാമ്പത്തിക സംവരണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും സർക്കാരിനെ ഉന്നം വെച്ച് ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ജാതി സംവരണം അവസാനിച്ച് സാമ്പത്തിക സംവരണം നടപ്പാക്കണം എന്നുള്ള ശ്രീ മന്നത്ത് പത്മനാഭന്റെ 64 വർഷം മുമ്പ് ഉള്ള പ്രഖ്യാപനം നടപ്പാക്കുവാൻ നായർ സർവീസ് സൊസൈറ്റി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും. ഇപ്പം സാമ്പത്തിക സംവരണം തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതില്ലാതാക്കാനാണ് അവരുടെ ശ്രമം. അതൊന്നും വില പോകത്തില്ല. BJPക്കെതിരെയും സുകുമാരൻ നായർ പരോക്ഷ പ്രതികരണം നടത്തുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി മതേതരത്വം തകർക്കാനുള്ള ശ്രമം അപലപനീയമാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല നാമജപ കേസുകൾ പിൻവലിക്കണമെന്ന് NSS വീണ്ടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഫലത്തിൽ കോൺഗ്രസിനോട് മൃദുസമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് NSS സ്വീകരിക്കുന്നതെന്നാണ് സൂചന. നാളെ മന്നം ജയന്തി സമ്മേളനം ശശി തരൂർ ഉദ്ഘാടനം ചെയ്യും. തരൂറിനെ വേദിയിലെത്തിച്ച് NSS നടത്തുന്ന നീക്കങ്ങൾക്ക് ഇതോടെ പ്രാധാന്യം ഏറുകയാണ്. തരൂരും സുകുമാരൻ നായരും നടത്തുന്ന പ്രസംഗങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ്
കാത്തിരിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. അരിയിൽ ഷുക്കൂർ കൊലക്കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഡ്വക്കേറ്റ് ടി.പി. ഹരീന്ദ്രൻ. കേസ് അട്ടിമറിച്ചതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് അന്വേഷിക്കണം. അവർ വിചാരണ നേരിടണമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പരാമർശം അനാവശ്യമായിരുന്നുവെന്ന് കെ. സുധാകരൻ തന്നോട് പറഞ്ഞുവെന്നും അഡ്വക്കേറ്റ് ടി.പി. ഹരീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫണ്ട് സമാഹരണത്തിലെ വീഴ്ചയിൽ MSF സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ നടപടി. ഷജീർ ഇക്ബാൽ, ഫിറോസ് പള്ളത്ത് എന്നിവരെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് നീക്കി. ഫണ്ട് സമാഹരണം ജനുവരി 10-നകം പൂർത്തിയാക്കിയാൽ ഇവരെ തിരിച്ചെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി CK നജാഫ് പറഞ്ഞു. പത്തനംതിട്ട ലാഹയിൽ KSRTC ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഏത് രീതിയിലാണ് ഇവരുടെ പരിക്ക്? യാത്രക്കാരെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണോ ഇപ്പോൾ? ശശി, വിവരങ്ങൾ എന്താണ്? മണിക്കാണ് ശബരിമല ദർശനം കഴിഞ്ഞ് തീർത്ഥാടനം മടങ്ങിയ KSRTC ബസ് ലാഹയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് തീർത്ഥാടകർക്ക് പരിക്കുപറ്റത്. പമ്പയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലാഹ വിളക്ക് വഴിക്ക് സമീപമാണ് ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർക്ക് 15ഓളം യാത്രക്കാർക്കാണ് സാരമായ ചില പരിക്കുകളുണ്ടായത്. പക്ഷേ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമല്ല. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി യാത്രക്കാരെ പെരുന്നാട് ആശുപത്രിയിലും പത്തനംതിട്ട ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും ഇവിടെ സമയത്ത് തന്നെ അപകടം ഉണ്ടായി. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും യാത്രക്കാർ സുരക്ഷിതമാണ്. വലിയ പരിക്കുകളൊന്നും തന്നെ യാത്രക്കാർക്ക് തീർത്ഥാടകർക്കില്ല. എന്തായാലും ഇവരെ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ പെരുന്നാട് ആശുപത്രിയിലും പ്രവേശിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ലാഹയിൽ KSRTC ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുതുവർഷ ദിനത്തിൽ സംസ്ഥാനത്തെ വാഹനാപകടങ്ങളിൽ 8 മരണം. ആലപ്പുഴയിൽ പോലീസ് ജീപ്പ് പിടിച്ച 2 പേരും, തിരുവല്ലയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ച് 2 യുവാക്കളും മരിച്ചു. ആലപ്പുഴ തലവടിയിൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പിയുടെ വാഹനം ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം. കോട്ടയം വെസ്റ്റ് സ്വദേശികളായ അലക്സ്, ജസ്റ്റിൻ എന്നിവരാണ് മരിച്ചത്. DCRB ഡിവൈഎസ്പി സജിമോനെ തണ്ണീർമുക്കത്തെ വീട്ടിലാക്കി മടങ്ങി വരും വഴിയാണ് അപകടമുണ്ടായത്. തിരുവല്ല ബൈപ്പാസിൽ ടാങ്കർ ലോറിക്ക് പിന്നിലിടിച്ചാണ് 2 യുവാക്കളുടെ ദാരുണാന്ത്യം. കുന്നന്താനം സ്വദേശികളായ അരുൺ, ശ്യാം എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. പത്തനംതിട്ട ഏനാത്തിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് ഇലമംഗലം സ്വദേശി തുളസീധരൻ മരിച്ചു. ഇടുക്കി മുനിയറയിൽ വിനോദയാത്രാ സംഘത്തിന്റെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം സ്വദേശി മിൽഹാജാണ് മരിച്ചത്. വളാഞ്ചേരി റീജിയണൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 1:15-നായിരുന്നു അപകടം. ഈ റോഡിന്റെ പണി നടന്നപ്പോൾ ഈ 5 കിലോമീറ്റർ വീതി കുറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും അഴിമതി തന്നെ നടത്തിയത്. ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നടന്നിരിക്കുന്നത്. ഈ അപകടം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു വണ്ടി വന്നാൽ പിന്നെ ഒരു മനുഷ്യൻ അങ്ങോട്ട് മാറി നിൽക്കാൻ പോലും ഉള്ള ഇടയില്ല. കോഴിക്കോട് കക്കോടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരൻ കക്കോടി സ്വദേശി ബിജുവാണ് മരിച്ചത്. രാത്രി 12:30-ഓടെയായിരുന്നു അപകടം. കൊയിലാണ്ടിയിൽ ശരീരത്തിലൂടെ ബസ് കയറി സ്ത്രീക്ക് ദാരുണാന്ത്യം. നെല്ലാടി വിയ്യൂർ വളപ്പിൽ ശ്യാമളയാണ് മരിച്ചത്. രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 100ഓളം പേർ ചികിത്സയിൽ. ഒരാളുടെ നില ഗുരുതരമാണ്. മാമോദിസ ചടങ്ങിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയുണ്ടായത്. ചെങ്ങന്നൂരിൽ നിന്നുള്ള കേറ്ററിംഗ് കമ്പനി എത്തിച്ച ഭക്ഷണം കഴിച്ചവരാണ് അവശനിലയിലായത്. ചടങ്ങിനെത്തി ഭക്ഷണം കഴിച്ച പലർക്കും ഛർദിയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഓൺ ഫ്രഷ് എന്ന ചെങ്ങന്നൂരിലുള്ള കേറ്ററിംഗ് കമ്പനിക്കാണ് ഞാൻ കേറ്ററിംഗ് കൊടുത്തത്. 190 പേരുടെ ഓർഡറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയവർ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഫുഡ് കഴിച്ച് പോയവരിൽ നിന്ന് വെള്ളിയാഴ്ച തൊട്ട് ആൾക്കാർ ഓരോരുത്തർ എന്നെ വിളിച്ച് ഓരോ വയറിന് അസ്വസ്ഥതയുണ്ട്, പനിയുണ്ട്, ഷിവറിംഗ് ഉണ്ട്, ഇങ്ങനെ ഓരോ കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ഈ 2-3 പേര് വിളിക്കുമ്പോൾ നമ്മളത് കാര്യമാക്കിയില്ല. പക്ഷേ അത് ശനിയാഴ്ചയുടെ ആളുടെ എണ്ണം ഏകദേശം 100-ൽ പരമായി. അങ്ങനെ പലരും ഹോസ്പിറ്റലൈസ് ആയവരുണ്ട്, കുറച്ച് പേര് ഹോസ്പിറ്റലൈസിൽ നിന്ന് റിലീസ് ആയവരുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും വയറിൻ്റെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. ചിലർക്കാണെങ്കിൽ കുടലിൽ ഇൻഫെക്ഷൻ വരെ ആയിട്ടുണ്ട് എന്ന് ഇങ്ങനെ നിൽക്കുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.
യുവജന ദിനത്തിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കൂട്ടി. 25 രൂപയാണ് സിലിണ്ടറിന് കൂട്ടിയത്. ഡൽഹിയിൽ സിലിണ്ടറിന് 1768 രൂപയായി. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ലൈംഗിക പീഡന പരാതിയിൽ ഹരിയാനയിലെ കായിക മന്ത്രി സന്ദീപ് സിംഗ് രാജിവെച്ചു. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും BJP MLAയുമായ സന്ദീപ് സിംഗിനെതിരെ വ്യാഴാഴ്ചയാണ് ജൂനിയർ അത്ലറ്റിക്സ് കോച്ച് പരാതി ഉന്നയിച്ചത്. 2022 ജൂലൈ 1 സന്ദീപ് സിംഗ് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. കോച്ചിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെക്ടർ 26 പോലീസ് കേസെടുത്തിരുന്നു. കേസ് വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് സന്ദീപ് സിംഗിന്റെ പ്രതികരണം. നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്നും സന്ദീപ് സിംഗ് പറഞ്ഞു. മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനാണ് കായിക വകുപ്പിന്റെ ചുമതല. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. 11 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനവും തീ അണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ്. ആകാശ രക്ഷാപ്രവർത്തനത്തിനാണ് പരിഗണന നൽകുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി സംഭവസ്ഥലത്ത് എത്തി. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. കാവ്യകേളിയെ ജീവിത സബരിയാക്കിയ വടകര കുട്ടോത്തെ TIV നമ്പൂതിരിക്ക് ഇത്തവണയും കലോത്സവ വേദിയിൽ ശിഷ്യയുണ്ട്. 34 വർഷമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ച അദ്ദേഹം ഒഴിവ് വേളകളെല്ലാം കാവ്യകേളിക്കായി ചെലവിടും. സുശാന്ത് വടകരയുടെ റിപ്പോർട്ട്. തൊണ്ടാ തുറക്കണം, ഭാവം സ്ഫുരിക്കണം, എന്നാലേ നന്നാവൂ കാവ്യകേളി. കുട്ടികളെ നമുക്കൊന്നിച്ചിരുന്നിട്ടങ്ങുച്ചത്തിൽ ചൊല്ലിടാം കാവ്യകേളി. മഹാകവി വൈലോപ്പിള്ളിയാണ് കാവ്യകേളിയെ ഒരു മത്സരീനമായി രൂപപ്പെടുത്തിയത്. ക്രമേണ കലോത്സവ വേദികളിൽ അപൂർവമായെങ്കിലും മത്സരാർത്ഥികളെത്തി. 1988 മുതൽ കാവ്യകേളിക്ക് കുട്ടികളെ ഒരുക്കുന്നതിൽ TIV നമ്പൂതിരി തന്റെ സമയം മാറ്റിവെച്ചു. 100ഓളം ശിഷ്യർ അദ്ദേഹത്തിലൂടെ വേദികളിലെത്തി. പാരം മുഴക്കുന്നു ധിക്കാര സാഹസം, വിടരുന്ന താരങ്ങളിൽ ചുടുചോരയിലെഴുതിയ തുടുതുടലിൽക്കും പരമാർത്ഥം വിടർത്തി ഓരായിരം കിളി ഒത്തുവന്നു. സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിലും ഇദ്ദേഹത്തിന്റെ ശിഷ്യർ ശബ്ദശുദ്ധിയിലൂടെ മലയാളത്തെ ആസ്വദിപ്പിച്ചു. ഇത്തവണയും ഹയർ സെക്കൻഡറി തലത്തിൽ ഒരു ശിഷ്യ മത്സരിക്കുന്നുണ്ട്. കൃഷ്ണനെ കാണാൻ 73ാം ജന്മദിനത്തിൽ നമ്പൂതിരി മാഷിന് ആശംസ നേരാൻ ശിഷ്യർ വീട്ടിലെത്തി. കുട്ടികളെ തേടി പിടിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ 15ഓളം കുട്ടികളുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിട്ട്. അവർ ഞായറാഴ്ചകളിൽ ഇവിടെ ഒരു കാവ്യ സല്ലാപം തന്നെയാണ് നടത്താറ്. അത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകും. പിന്നെ ഇതാവുമ്പോൾ കാവ്യകേളി അക്ഷരശ്ലോകത്തിലുള്ള പ്രത്യേകത ഒരു കമ്പ്യൂട്ടർ പോലെ മനസ്സ് ആവും. ഞായറാഴ്ചകളിൽ വീട്ടിൽ പരിശീലനമുണ്ട്. ഇപ്പോൾ 15 പേർ പരിശീലിക്കുന്നുണ്ട്. മേമുണ്ട ഹൈസ്കൂളിൽ നിന്നും മലയാളം അധ്യാപകനായി വിരമിച്ച TIV നമ്പൂതിരി കാവ്യകേളിക്കായി അതേ പേരിൽ കവിതകൾ ഉൾക്കൊള്ളിച്ച് പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. ന്യൂസ് 18 വടകര. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാത്ത വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.